മാക്സിമം അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെയോ പണം കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഫിലിമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ യൂത്ത് ആൾക്കാർക്കും അതേപോലെ ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. താങ്ക് യു. കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഗിരീഷ് കയ്യിലുള്ള 1-2 ഐഡിയകളെ കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ് ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോകുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ഉണ്ടാവാം, പക്ഷേ ഇതില് കഥയും കഥാപാത്രവും തികച്ചും മറ്റുള്ള സിനിമകളിൽ നിന്നും ഞാൻ ചെയ്തിട്ടുള്ള മറ്റു സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. പശ്ചാത്തലമാണെങ്കിലും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മാത്യു നെസ്ലി എന്ന് പറയുന്നത് നല്ലൊരു കോംബാണ്. മലയാള സിനിമയിൽ നല്ലൊരു പ്രേക്ഷകരെ ചിരി കൊടുക്കും, നല്ല യൂത്തിന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോംബായിരുന്നു. അപ്പോൾ ആ കോംബോയിൽ തന്നെ പിന്നെയും വരുമ്പോൾ ഇപ്പോഴും ചാടിച്ചിട്ടുണ്ട്, ഈ വിട്ടു മാറാൻ പറ്റുന്നില്ല, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ എന്റെയും അവന്റെയും കോംബോ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട അത്, അല്ലേ? അങ്ങനെയില്ല. അത് ഇപ്പം സൂപ്പർ ശർമ്മയില് സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറെ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ പ്രേമിൽ ഇറങ്ങി കഴിയുമ്പം അതും ഡിഫറെന്റ് ആയിരിക്കും. ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ എന്നുള്ള. അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭന ലാലേട്ടൻ അതൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും? അയ്യോ അറിയില്ല, നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതിനനുസരിച്ച് വരും. ഇപ്പം ഞാനും നസ്ലിന്റെയും നസ്ലിന്റെയും കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. സൂപ്പർ ശർമ്മയില് ഞങ്ങള് രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാം. മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് നേരു പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമതയെ കാണാൻ പറ്റും? ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എത്രത്തോളം അത് ബ്രേക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി
ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം, അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയിപ്പോണ്ടാന്ന് വിചാരിച്ചു. അല്ല, അത് പാറ്റേൺ തുറവുണ്ടായതല്ല കേട്ടോ. ഇപ്പൊ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എന്റർടൈനർ ആവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ, അത് ശരിയാണ്, എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും. പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്, ഇതിന് അതിൻ്റെതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്, നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല.